ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സംസ്ഥാനത്ത് കുട്ടികൾ കുറയുന്നു, കാരണം കുടിയേറ്റം എന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ജനിച്ചത് 3.48 ലക്ഷം കുട്ടികളാണ്. എന്നാൽ 2014 അത് 5.34 ലക്ഷമായിരുന്നു. 20 വർഷം മുൻപ് പ്രതിവർഷം 6 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ കേരളത്തിൽ ജനിച്ചിരുന്നു. കുടിയേറ്റത്തെ ഇതുമായി ചേർത്ത് വായിക്കണം എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. എല്ലാത്തരം പ്രവാസത്തെയും കണ്ണുമടച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വിദേശത്ത് അഭിലഷണീയമല്ലാത്ത സാഹചര്യങ്ങളിൽ മലയാളികൾ പണിയെടുക്കുന്നുണ്ട് എന്നാണ് ധനമന്ത്രിയുടെ നിരീക്ഷണം. വി അരുൺ കൂടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്താണ് ധനമന്ത്രി ഇങ്ങനെ പറയുവാനുള്ള കാരണം? മഞ്ജുഷ, നമ്മൾ ആ ബജറ്റ് പ്രസംഗം വായിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നാം. അതാണ് നമ്മൾ ആ കാര്യം ആ രീതി റിപ്പോർട്ട്. പക്ഷേ ധനമന്ത്രിയോട് വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം ചോദിച്ചു. അദ്ദേഹം പറയുന്നത് കുടിയേറ്റവുമായി ഇതിന് നേരിട്ട് ബന്ധമില്ല എന്നുള്ളതാണ്. അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത് 2024 കേരളത്തിൽ ജനിച്ച 3.48 ലക്ഷം കുഞ്ഞുങ്ങളാണ് ജനിച്ചത്. 2014 ഇത് 5.34 ലക്ഷമായിരുന്നു. 20 വർഷം മുമ്പ് അത് 6 ലക്ഷത്തിന് മുകളിലായിരുന്നു ശരാശരി. ആ സ്ഥാനത്ത് വലിയ കുറവുണ്ടായിരുന്നു. തൊട്ടടുത്ത പാരഗ്രാഫ് അദ്ദേഹം പറയുന്നത് ജനസംഖ്യാ ഭരണവുമായി കൂട്ടിച്ചേർത്ത് വേണം കേരളത്തിലുള്ള പുറത്തേക്കുള്ള കുടിയേറ്റത്തെയും കാണാം. ഞാൻ ഇക്കാര്യം അദ്ദേഹത്തോട് വാർത്താ സമ്മേളനം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മൈഗ്രേഷനുമായി നേരിട്ട് ബന്ധമില്ല. അത്തരമൊരു സാമൂഹിക പ്രശ്നം കേരളത്തിലുണ്ട്, പക്ഷേ അത് മൈഗ്രേഷനുമായി നേരിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. മൈഗ്രേഷൻ കാരണം മാത്രമാകാം. അദ്ദേഹം പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികളുടെ എണ്ണം പൊതുവിൽ കുറവാണ്. ഒരു കുടുംബത്തിൽ ഒരു കുട്ടി എന്ന രീതിയിൽ മാത്രമാണുള്ളത്. അതുമായി അങ്ങനെ കേരളത്തിലെ ജീവിത രീതിയും ആ രീതിയിലേക്ക് വിദേശ നിലവാരത്തേക്ക് ഉയരുമ്പോൾ ഉള്ള മാറ്റമാണോ എന്നൊരു സംശയം മാത്രമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. കുടിയേറ്റവുമായി നേരിട്ട് അതിനെ കണക്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ വിശദീകരണമാണ് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി നൽകിയത്. പക്ഷേ ഒരു കാര്യം വസ്തുതയാണ്, കേരളത്തിലെ ഓരോ വർഷം ഇരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. അതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് ധനവകുപ്പോ സാമൂഹ്യനീതി വകുപ്പോ ഒക്കെ പോയോ എന്ന് വ്യക്തമല്ല. പക്ഷേ കുടിയേറ്റം മാത്രമല്ല അതിൻ്റെ കാരണമെന്നാണ് ഈ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. ശരി അരുൺ, മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പൊതുവെ ഈ ബജറ്റ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒന്നാണ് എന്ന് തീർത്തും പറയുവാൻ കഴിയുമോ? അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് നടത്തിക്കൊണ്ട് ഒരു ജനപ്രിയ ബജറ്റ് എന്ന രീതിയിൽ ആക്കി തീർത്തേനെ. അങ്ങനെ വന്നിട്ടുമില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കയ്യടി നേടാൻ മാത്രം ലക്ഷ്യമുള്ള ബജറ്റ് അതിനെ കാണാനാകില്ല. മറിച്ച് സംസ്ഥാനത്തെ സാമ്പത്തിക യാഥാർത്ഥ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു യാഥാർത്ഥ്യബോധമുള്ള ഒരു ബജറ്റ് എവിടെയെങ്കിലും കാണാം. കാരണം വലിയ രീതിയിലുള്ള പദ്ധതികളുടെ പ്രഖ്യാപനമോ അല്ലെങ്കിൽ ക്ഷേമ പ്രഖ്യാപനങ്ങളോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ അജണ്ട തന്നെയാണ്. 2500 രൂപ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ 2500 വർദ്ധിപ്പിക്കുമെന്ന് ഇടതുമുന്നണി പ്രകടന പത്രികയിലും പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും അതിനുള്ള നീക്കങ്ങളില്ല. 1600 നിൽക്കുകയാണ്. ഈ സർക്കാർ വന്ന ശേഷം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. ആ പ്രഖ്യാപനം നടപ്പാക്കുമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ബജറ്റിൽ 180 രൂപയെങ്കിലും കൂട്ടണം. 1750, 1600 നിന്ന് 1750 വരെയായെങ്കിലും എത്തിക്കണമെന്ന ആവശ്യം ധനമന്ത്രിക്ക് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് വർദ്ധിപ്പിക്കാതിന് കാരണമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ വർദ്ധിപ്പിച്ചാൽ 3 ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക നൽകാതെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ ആദ്യം കുടിശ്ശിക കൊടുത്ത് തീർക്കണം, അതിനുശേഷം പോരെ വർധനവ് എന്ന ഒരു ചോദ്യം പ്രതിപക്ഷത്ത് പരിഹാസരൂപേണ ഉണ്ടാകാം. അത് മറികടക്കാനാണ് സർക്കാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കാമെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു കാരണം കൂടിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ക്ഷേമ പെൻഷൻ വർധന വരുത്തിയാൽ അത് കൂടുതൽ ഗുണം ചെയ്യും. ജനങ്ങൾക്ക് നേരിട്ട് അക്കാര്യം ഓർമ്മയിലിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് 1-2 മാസം മുമ്പ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മാത്രം അത് തീരുമാനിച്ചാലും മതിയാകും. ബജറ്റിൽ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന നിർബന്ധമില്ല, മന്ത്രിസഭാ തീരുമാനം വേണമെന്നില്ല. പകരം ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലോടുകൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അത് തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് 1-2 മാസങ്ങൾക്ക് മുമ്പ് വർദ്ധിപ്പിച്ചാൽ അത് കൂടുതൽ ഗുണം കിട്ടുമെന്ന് സർക്കാർ കരുതുന്നു. അതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിക്കാമെന്നാണ് ധനവകുപ്പ് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. അത് ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ സെപ്റ്റംബർ മാസമോ ഒക്ടോബർ മാസമോ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങും. അതിന് തൊട്ട് മുമ്പ് മാത്രം അത് മതി എന്നൊരു തീരുമാനം സർക്കാർ എടുത്തു. മുഖ്യമന്ത്രിയുമായി ഇന്നലെ രാത്രി സംസാരിക്കുമ്പോൾ അത്തരമൊരു നിർദ്ദേശം, രാഷ്ട്രീയമായ നിർദ്ദേശം കൂടി മുഖ്യമന്ത്രിയിൽ നിന്നും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും അത്തരം നിർദ്ദേശം മന്ത്രിക്ക് ലഭിച്ചു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ ബജറ്റ് പ്രസംഗത്തിൽ ക്ഷേമ പെൻഷൻ വർധന എന്നൊരു തീരുമാനത്തേക്ക് സർക്കാർ പോകാത്തത്. വരും മാസങ്ങളിൽ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. 2500 എന്ന പ്രഖ്യാപിത നിലപാടിലേക്ക് എത്താൻ 900 രൂപ വർദ്ധിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. എങ്കിലും 150-200 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഇടതുമുന്നണി ആലോചന. പക്ഷേ ബജറ്റിൽ അത് ഉണ്ടായിട്ടില്ല. അതാണ് പ്രധാനമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ബജറ്റ് അല്ലേ എന്ന ചോദ്യം ഉയർന്നു വരാൻ കാരണം. ശരിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ നവകേരളം സൃഷ്ടിക്കുക എന്നുള്ള കാര്യം അത് ബജറ്റിൽ എടുത്തു പറയുന്നുണ്ടല്ലോ. അതിന് കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ, നിക്ഷേപകരെ ആകർഷിക്കുവാൻ എന്തൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നു. ദാവോസിൽ ഏറ്റവും ഒടുവിൽ വ്യവസായ മന്ത്രി പോയി ചർച്ച നടത്തിയ കാര്യം വരെ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്.
പക്ഷേ ഇത് വെറും പ്രഖ്യാപനങ്ങളും പൊള്ളയായ കാര്യങ്ങളും മാത്രമാണ് എന്ന് പ്രതിപക്ഷത്തിന് ആക്ഷേപിക്കുവാനും അവസരം നൽകുകയല്ലേ ഇത്തരത്തിലുള്ള ഈ പരത്തിയുള്ള പറഞ്ഞുപോക്കലുകൾ കുറെ കാണാം അവിടെ ഈ നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തി. തീർച്ചയായിട്ടും നവകേരള സദസ്സിൽ ഉൾപ്പെട്ട അടിസ്ഥാന വികസന പദ്ധതികൾക്ക് 800 കോടി രൂപയാണ് മാറ്റിവച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എന്താണ് അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് 1000 കോടി മാറ്റിവെക്കുന്നു. അങ്ങനെ മഞ്ജു സൂചിപ്പിച്ച പോലെ കൃത്യമായ വാക്ക് തന്നെയാണ്, പരത്തി പറഞ്ഞു പോയി എന്നുള്ളത് തന്നെയാണ് ഈ ബജറ്റ് ഒരു ന്യൂനതയായി പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ കൃത്യമായൊരു ദിശാബോധമില്ലാത്തൊരു ബജറ്റ് എന്ന പ്രതിപക്ഷം വിമർശിക്കാൻ കാരണവും അതാണ്. പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് പറയുമ്പോഴും അത്ര പ്രത്യക്ഷത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നില്ല. ഈ ബജറ്റിനൊപ്പം വെച്ച ബജറ്റ് ഡോക്യുമെന്റിൽ, ബജറ്റ് എസ്റ്റിമേറ്റിലുമൊക്കെ അത്തരം കാര്യങ്ങൾ വ്യക്തമാണ്. റവന്യൂ വരവ് 15,235 കോടി മാത്രമാണ്. ചെലവ് 1,52,000 കോടി രൂപയാണ്. ചെലവ് 1,79,476 കോടിയും. അതുകൊണ്ട് തന്നെ റവന്യൂ കമ്മി 2,27,124 കോടി റവന്യൂ കമ്മിയുണ്ട്. അങ്ങനെ ഒരു ബജറ്റിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് വലിയ ചോദ്യം തന്നെയാണ്. സംസ്ഥാനത്തിന്റെ സ്വപ്നപദ്ധതി വിഴിഞ്ഞം വലിയ നേട്ടങ്ങൾ വരുമ്പോഴും വിഴിഞ്ഞത്തിനും കാര്യമായ ഒരു നീക്കിയിരിപ്പ് ബജറ്റിലില്ല. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയാണ് വിഴിഞ്ഞത്തിനായി ഒന്നും കേന്ദ്രം നീക്കിവെച്ചത് വിമർശനമാണ് സർക്കാർ ഉന്നയിച്ചത്. പക്ഷേ ഈ സംസ്ഥാന ബജറ്റും വിഴിഞ്ഞത്തിനായി കാര്യമായി ഒന്നും നീക്കിവെച്ചിരുന്നത് യാഥാർത്ഥ്യമാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ബജറ്റായി ഇതിനെ കാണണമെന്ന്, യാഥാർത്ഥ്യബോധമുള്ള ബജറ്റായി കാണണമെന്ന് പറയാൻ കാരണം അതുതന്നെയാണ്. സംസ്ഥാനത്തിന് വലിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള ശേഷി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലെല്ലാം ഒരു സ്വപ്നമായി അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ധനസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് മാത്രം സംസ്ഥാനത്തിന്റെ അത്തരം കാര്യങ്ങളിലേക്ക് പോയാൽ മതി എന്നൊരു യാഥാർത്ഥ്യബോധം ഈ ബജറ്റിന്റെ പല ഭാഗങ്ങൾ വായിക്കുമ്പോഴും നമുക്കുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഒരു ദിശാബോധമില്ലാത്ത ബജറ്റെന്നും കൃത്യമായ ഒരു ലക്ഷ്യമില്ലാത്ത ബജറ്റ് നമുക്ക് വിമർശിക്കാൻ കാരണം. അത് തോമസ് ഐസക്കും അംഗീകരിക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊരു കൃത്യമായ ഒരു വലിയ പൊള്ളയായ പ്രഖ്യാപനങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. അത് വളരെ ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റുമായിരുന്നു. വലിയ പ്രഖ്യാപനങ്ങൾ ഇതിലില്ല. നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ചില സർക്കാരിന്റെ ആലോചനകളും ശ്രമങ്ങളും മാത്രമാണ് ഇതിൽ. മറ്റൊന്ന്, ഈ ബജറ്റ് തിരഞ്ഞെടുപ്പ് ബജറ്റ് അത് പറയാൻ കാരണം നികുതി വർധനയാണ്. 50% കണക്ക് നോക്കുമ്പോൾ വളരെ ചെറിയ കണക്ക്, ഒരു 6-ന് 2.5 രൂപയ്ക്ക് കൂടുന്ന കണക്ക് മാത്രമാണ് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് ഒരു 50% നികുതി വർദ്ധിക്കുന്നതെന്ന് സ്വാഭാവികമായി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. കോടതി ഫീസുകൾ വർദ്ധിക്കുന്നുണ്ട്. കാരേജ് വാഹനങ്ങളുടെ നികുതി അവിടെ കുറയ്ക്കുന്നുണ്ട്. സർക്കാരിന് മുന്നിൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കാതെ മറ്റു വഴികളില്ലായിരുന്നു. ഫീസുകൾ വർദ്ധിപ്പിക്കാതെ മറ്റു വഴികളില്ലായിരുന്നു. വരുമാനം കൂടുതൽ ഉണ്ടാകണം. കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ സഹായമില്ല. അപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ സർക്കാർ തേടിയേ മതിയാകൂ. അവിടെ ഈ തെരഞ്ഞെടുപ്പ് ബജറ്റ് അല്ലെങ്കിൽ ജനക്ഷേമം എന്ന ഒരു കാര്യത്തിൽ സർക്കാർ കണ്ണടയ്ക്കുകയാണ് ചെയ്തത്. അതിന് ഇനിയുള്ള അവസരങ്ങൾ സാമ്പത്തിക മെച്ചപ്പെട്ട ശേഷം അത്തരം ജനപ്രിയ പ്രഖ്യാപനങ്ങളിലേക്ക് പോയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരും കെ.എൻ. ബാലഗോപാലും എത്തിച്ചേർന്നതിന്റെ സൂചനയായി വേണം നമുക്ക് ഇതിനെ കാണേണ്ടത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര അവഗണന തുടരുന്നു എന്ന് ധനമന്ത്രി പറയുകയുണ്ടായി. പക്ഷേ ഇതിനിടയിലും ധനസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് ബജറ്റിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നടത്തിയിരിക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വന്യജീവി ആക്രമണം തടയാൻ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പറയുന്നു. ഇതിനായി 50 കോടി രൂപയാണ് അനുവദിച്ചത്. വനം വന്യജീവി സംരക്ഷണത്തിന് 306 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം പദ്ധതി, ഇതിന് 25 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. തെരുവുനായ ആക്രമണം പ്രതിരോധിക്കാൻ 2 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വനവും വന്യജീവി സംരക്ഷണം എന്ന മേഖലയ്ക്കായി 2025-26 സാമ്പത്തിക വർഷം ആകെ 305.61 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെക്കാളും 27.55 കോടി രൂപയാണ്. മുൻപ് ആമുഖത്തിൽ പറഞ്ഞ 50 കോടി രൂപ ഇതിനും പുറമെയാണ്. കേന്ദ്ര സഹായമായി 45.47 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. ജലസുരക്ഷ മെച്ചപ്പെടുത്തുക, മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, വനമേഖലയെ ആശ്രയിച്ച് കഴിയുന്ന വിഭാഗങ്ങളുടെ ജീവനും ജീവനോപാധികൾക്കും സംരക്ഷണം നൽകുക, കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരെയുള്ള കവചമായി ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട് വനങ്ങളുടെ സുസ്ഥിര പരിപാലനം ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് വനവും വന്യജീവി സംരക്ഷണം എന്ന മേഖലയിൽ 25-26 വർഷം ഊന്നൽ നൽകുന്നത്. മനുഷ്യ വന്യമൃഗ സംഘർഷ സംബന്ധമായ വിവരങ്ങൾ യഥാർത്ഥസമയം ശേഖരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ ഫീൽഡ് തലത്തിൽ നൽകുന്നതിനും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുമായി സംസ്ഥാനതല കൺട്രോൾ റൂം 36 DEOC-കളിലും രൂപീകരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിച്ച് അതിവേഗം പരിഹരിക്കുന്നതിനായി 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടിയാണ് വകയിരുത്തിയത്. ഇതിൽ 21.55 കോടി വർദ്ധിച്ച് 70.4 കോടിയായി ഉയർത്തുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായവർക്കുള്ള സഹായമായി 2011-16 കാലയളവിൽ 39.52 കോടിയാണ് വിതരണം ചെയ്തതെങ്കിൽ 2016-21 കാലയളവിൽ 91.36 കോടി വിതരണം ചെയ്തു.
പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതാണ്. സർ, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ആക്രമണം തടയാൻ മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി കർമ്മപരിപാടി തയ്യാറാക്കും. പോർട്ടബിൾ ABC സെന്ററുകൾ സ്ഥാപിച്ച് തെരുവുനായകളുടെ വന്ധ്യകരണം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനുള്ള സാധ്യതകൾ ആരായും. ഇതിനായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. നെല്ല് വികസന പദ്ധതിക്ക് 150 കോടി രൂപ, സമഗ്ര പച്ചക്കറി ഉൽപാദന വികസനത്തിന് 75.47 കോടി രൂപയാണ് വകയിരുത്തിയത്. കശുവണ്ടി മേഖലയ്ക്ക് അനുവദിച്ചത് 30 കോടി രൂപയാണ്. കാർഷിക സർവകലാശാലയ്ക്ക് 45 കോടി രൂപയും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെല്ല് വികസന പദ്ധതിക്കായി വിവിധ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ട് 150 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ സുസ്ഥിര നെൽകൃഷി വികസനത്തിന് ഉൽപാദനോപാധികൾക്കുള്ള സഹായമായി ഹെക്ടറിന് 5500 രൂപ, നെൽവയൽ ഉടമസ്ഥർക്ക് നെൽവയൽ സംരക്ഷണത്തിനായി ഹെക്ടറിന് 3000 രൂപ എന്നീ നിരക്കുകളിൽ റോയൽറ്റി നൽകുന്നതിനുള്ള 80 കോടി രൂപയും ഉൾപ്പെടും. കാർഷിക സർവകലാശാലയുടെ പദ്ധതികൾക്കായിട്ട് 43 കോടി രൂപ വകയിരുത്തുന്നു. സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് 78.45 കോടി രൂപ വകയിരുത്തുന്നു. നാളികേര വികസനത്തിനായി 73 കോടി രൂപ വകയിരുത്തുന്നു. സുഗന്ധവ്യഞ്ജന വിള പദ്ധതിക്ക് വകയിരുത്തൽ 4.6 കോടി രൂപയിൽ നിന്ന് 7.6 കോടി രൂപയെ വർദ്ധിപ്പിക്കുന്നു. നവകേരള സദസ്സിന്റെ അടിസ്ഥാന പദ്ധതികൾക്കായി 210 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇതുവഴി ഓരോ മണ്ഡലത്തിലും 7 കോടിയുടെ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ കഴിയും. പ്ലാനിൽ വകയിരുത്തിയതിനു പുറമെ 500 കോടി രൂപ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി മാറ്റിവെക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ അടിസ്ഥാന പദ്ധതികൾക്ക് ആയി 1000 കോടി രൂപയുടെ പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അടിസ്ഥാന പദ്ധതികൾക്കായിട്ട് 210 കോടി രൂപ വകയിരുത്തുന്നു. പ്ലാനിൽ ഓരോ മണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപ വരെയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനാവും. പ്ലാനിൽ വകയിരുത്തിയുള്ളതിന് പുറമെ 500 കോടി രൂപ കൂടി ഈ വർഷം നവകേരള പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് മാറ്റിവെക്കുന്നു. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി കുത്തനെ കൂട്ടിയിട്ടുണ്ട്. 50% വർധനവ്. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറയ്ക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്ക്രാപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമാക്കിയിട്ടില്ല. അതിനാൽ പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിൽ 50% വർധനവ് വരുത്തുന്നു. സ്വകാര്യ വാഹനങ്ങളുടെ നികുതി ഇനത്തിൽ സർക്കാരിന് 110 കോടി രൂപയാണ് ലഭിക്കുക. ഇതുവഴി ഒരു വർഷം 55 കോടി രൂപയുടെ നികുതി വരുമാനം ഉണ്ടാവും. KSRTCക്ക് ബജറ്റിൽ സഹായമുണ്ട്. പുതിയ ബസ്സുകൾ വാങ്ങാൻ 107 കോടി രൂപയാണ് നൽകിയത്. KSRTCയുടെ അടിസ്ഥാന വികസനത്തിന് 78.96 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. 11,787.8 കോടി രൂപയാണ് ഈ രണ്ട് LDF സർക്കാരുകളുടെ കാലയളവിൽ നൽകിയിട്ടുള്ളത്. സർ, KSRTCക്ക് അടിസ്ഥാന സൗകര്യ വികസനം, ഡിപ്പോകളും വർക്ക്ഷോപ്പുകളുടെ ആധുനികവൽക്കരണം, ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ വികസന പദ്ധതിക്കായിട്ട് ഈ സർക്കാരിന്റെ കാലയളവിൽ 178.96 കോടി വെച്ചിട്ടുണ്ട്. സർ, ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ചെറുതോണിയിൽ KSRTC ഡിപ്പോ പ്രവർത്തനക്ഷമമാക്കി ബസ് സർവീസ് ആരംഭിക്കുന്നതിന് ഈ വർഷം തന്നെ ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. വകയിരുത്തിയ പണം വായ്പ തിരിച്ചടയ്ക്കാൻ പോലും തികയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പോലും വെട്ടിച്ചുരുക്കി. 20 വർഷം കേരളത്തെ പിന്നോട്ടടിക്കുന്നതാണ് ബാലഗോപാലിന്റെ ബജറ്റ്. കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഈ പ്രാവശ്യം വെച്ചിട്ടില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പ്ലാനിൽ അലോക്കേറ്റ് ചെയ്ത പൈസ ഗൗരവമായി വെട്ടിക്കുറച്ചു. കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചു. ഏകദേശം ഒരു 50% വരും. വലിയ വെട്ടിക്കുറവുണ്ടായി. രണ്ടാമത് അതുണ്ടാക്കിയ ബാധ്യതകളുണ്ട്. വിവിധ വെൽഫെയർ പ്രോജക്റ്റുകൾക്ക്, ക്ഷേമ പദ്ധതികൾക്ക്, വികസന പദ്ധതികൾക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ തുക കടം ബാധ്യത വരുത്തിയിട്ടുണ്ട്. ആ കടബാധ്യത പോലും തീർക്കാനുള്ള അലോക്കേഷൻ ഈ വർഷത്തെ ബജറ്റിലില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ബജറ്റ് പെർഫോം ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു ബജറ്റ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ്? അപ്പൊ ഇത് വെറും പൊള്ളയായ വാക്കുകളാണ്. മാത്രമല്ല ആവർത്തനമായിരുന്നു കംപ്ലീറ്റ്. ഒന്നും കമ്പൈൻ ചെയ്തിട്ട് പോലുമില്ല ബജറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ 24 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു ബജറ്റ് കേൾക്കുന്നത്. പറഞ്ഞു തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വന്ന സംഭവം ഒന്ന് കമ്പൈൻ ചെയ്ത് ഒരു ബജറ്റിന്റെ ഓർഡറിൽ പോലും ഈ ബജറ്റ് ആക്കിയിട്ടില്ല. ബജറ്റിൽ ഒന്നുമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം.